ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ നീലേശ്വരത്തു നിന്ന് വടകരയ്ക്കൊരു യാത്ര പോവുകയാണ്. ആ യാത്രയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡ്രൈവിന് പോയാലോ? സോ വെൽക്കം ടു അനസ് ഹാപ്പി കോർണർ. എൻ്റെ ഋതു ബേബി ഇങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നീലേശ്വരത്ത് ദീപം എന്ന് പേരിട്ട് വിളിക്കുന്ന ഞങ്ങളുടെ വീട്. അപ്പോൾ നീലേശ്വരം ചോയ്യങ്കോടാണ് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 5 വർഷമായി. കല്യാണം കഴിഞ്ഞ് ഞാൻ പോയത് വടകരയാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് നീലേശ്വരത്തു നിന്ന്, അതായത് ചോയ്യങ്കോട് നിന്ന് വടകരയ്ക്ക് ഒരു ഡ്രൈവാണ്. അപ്പോൾ ആ ഡ്രൈവിനിടയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ചില ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി കോർണറിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ദീപം വീട്. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് നാളായി ഞാനിവിടെ വന്നിട്ട് വീട്ടിലേക്ക്. അപ്പം പിന്നെ ധനേഷ് ചേട്ടൻ UK അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, സർപ്രൈസായിട്ട് കുറച്ച് വെക്കേഷന് മാത്രം ധനേഷ് ചേട്ടൻ നാട്ടിൽ വന്നതാണ്. അപ്പം കുറച്ച് നാൾ ഇനി ഞാൻ വടകരയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ട കുറേ ലഗേജൊക്കെ എടുത്തിട്ട് വെച്ചു. അപ്പോൾ ഋതു ബേബി ഇങ്ങനെ കാറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി നമ്മൾ ഡ്രൈവൊക്കെ പോയിട്ട് ഇതുപോലെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പോൾ ഈ ഒരു യാത്ര എപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാനും ഒത്തിരി ക്വാളിറ്റി ടൈംസൊക്കെ കിട്ടുന്ന നല്ല കുറേ സമയമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ്, ഭയങ്കര രസമാണ് പോകുന്ന വഴി. എനിക്ക് ഭയങ്കര ഈ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. കണ്ണൂർ ബ്ലൂ നൈൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ധനേഷ് ചേട്ടൻ കുറച്ച് പിന്നെ കാറൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യുന്നതിന് സമയം കൊണ്ട് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള 28-നാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2-3 ദിവസമായതേ ഉള്ളൂ. ആ ഒരു ക്രിസ്മസ് വൈബും ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധനേഷേട്ടൻ വന്നു, നമ്മളെല്ലാവരും കൂടി കയറുവാണ് ഹോട്ടലിൻ്റെ അകത്ത്. രസമാണ് ആംബിയൻസും. ഇത് 4 സ്റ്റാർ ഹോട്ടലാണ്, ബ്ലൂ നൈൽ എന്ന് പേരുള്ള 4 സ്റ്റാർ ഹോട്ടലാണ് കണ്ണൂരുള്ള. ഇതിൻ്റെ ആംബിയൻസും ഫുഡിൻ്റെ ടേസ്റ്റും ഒക്കെ എന്താ പറയേണ്ടത്, നമ്മൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആൾക്കാർ, അല്ലെങ്കിൽ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ആൾക്കാരാണെങ്കിൽ ഒറ്റ തവണയെങ്കിലും ബ്ലൂ നൈൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കണ്ണൂർ വന്നാൽ പോകണം തന്നെ ഞാൻ പറയും. അധികം കോസ്റ്റ്ലി ഒന്നുമല്ല. ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ആ ഫുഡിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈസ് മാത്രമേ അവർ നമ്മളോട് വാങ്ങുന്നുള്ളൂ. അപ്പോൾ നല്ല ഫുഡാണ് ഇവിടുത്തെ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ സ്റ്റാർട്ടറായിട്ട് വാങ്ങിയത് ചിക്കൻ 65 ആണ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഋതുവിന് പിന്നെ ഞങ്ങൾ ഗ്രേപ്പ് ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഋതുവിന് ജ്യൂസൊക്കെ. അപ്പം ഞങ്ങൾ ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ 65, പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ് റോസ്റ്റ്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഫുഡ്. ഭയങ്കര ആസ്വദിച്ചിട്ട് ഈ പൊറോട്ടയും ബീഫും വളരെ ആസ്വദിച്ച് ഭംഗിയിൽ കഴിക്കുന്ന എന്ന് എനിക്കിപ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വായിൽ വെള്ളം വീഴുവാണ്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളുടെ റിസൾട്ടാണ്. ഞങ്ങളുടെ ഫുഡിനോടുള്ള ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ആംബിയൻസ് എടുത്ത് പറഞ്ഞ പോലെ ഇങ്ങനൊരു വിൻഡോസൊക്കെ കണ്ടോ, മഴ പെയ്യുന്നതല്ല, ഇതിൻ്റെ വിൻഡോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റെയിനി വിൻഡോ, ഇങ്ങനെ റെയിൻ വന്നുകൊണ്ടിരിക്കുന്ന പോലെ ഭയങ്കര എന്ത് രസമാണെന്ന് നോക്കൂ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹോട്ടലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണേ. ബ്ലൂ നൈൽ കണ്ണൂർ. അവിടുന്ന് ഇറങ്ങി പോകുന്ന വഴി കണ്ണൂരിൻ്റെ സ്വന്തം മുത്തപ്പനെയും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ടാറ്റ ബൈ.